ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എൻ്റെ വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും കൂടി തരണേ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഇന്ന് ഒരു ചെറിയ രീതിയിൽ ഒരു ഉച്ചവരെ മൊത്തത്തിൽ കൊടുത്തിരിക്കുന്ന ഒരു അല്ലറ ചില്ലറ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയ ഒരു വീഡിയോ ആണ്. ഇന്ന് തലേന്ന് പിന്നെ ഞാൻ രാവിലെ പ്ലാനിങ് ഉണ്ടായിരുന്നു. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് പൂരിയും കിഴങ്ങ് കറിയും ഉദ്ദേശിച്ച് തന്നെയാണ് രാത്രി കിടന്നത്. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് പതിവ് പോലെ തന്നെ അരി അടപ്പയിൽ ഇട്ടിട്ട് അതിനുശേഷം പൂരിക്കുള്ള പരിപാടിയിലേക്ക് കിടക്കുകയാണ്. നമുക്ക് ഒരു തലേന്നത്തെ പ്ലാനിങ് ഉണ്ടെങ്കിൽ പിറ്റേന്ന് എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും. തലേന്ന് ഒരു പ്ലാനിങ് ഇല്ലാതെ കിടന്നു കഴിഞ്ഞാൽ രാവിലെ ആലോചിക്കും എന്ത് ചെയ്യണം, എന്ത് കറി ഉണ്ടാക്കണം, എന്ത് ചെയ്താലൊക്കും എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ അന്വേഷിച്ച് നോക്കിക്കൊണ്ടിരിക്കേണ്ടി വരും. തലേന്ന് ചെറിയൊരു പ്ലാനിങ് ഉണ്ടെങ്കിൽ കാര്യങ്ങൾ നടക്കും. ഉച്ചക്കത്തേക്ക് പ്ലാനിങ് ഒന്നും ഞാൻ വെച്ചിട്ടില്ലായിരുന്നു. രാവിലത്തേക്ക് പൂരിയും കിഴങ്ങ് കറിയും തന്നെ ഉദ്ദേശിച്ചിരുന്നു. ആകെ 3 കിഴങ്ങ് ഉണ്ട്. അപ്പോൾ അത് വെച്ച് കറിയാക്കാം എന്ന് കരുതി തന്നെ എന്തിനാ 3 കിഴങ്ങിട്ട് മുളപ്പിക്കേണ്ട കാര്യമില്ലല്ലോ, അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോഴാണ് പിന്നെ എൻ്റെ മോൻ വന്ന് പറഞ്ഞത്, അമ്മ എനിക്ക് പൊതിച്ചോറ് ചെയ്ത് തരുമോ, ഉള്ള കറി എന്തോ അതൊന്ന് ഇലക്കകത്തൊന്ന് പൊതിഞ്ഞ് തരുമോ എന്ന് ചോദിച്ചു. എന്നാൽ പിന്നെ ഒരു ചെറിയ രീതിയിലൊരു പൊതിച്ചോറും കൂടി സെറ്റാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ രാവിലത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞ് കിഴങ്ങ് ആകെ 3, ഞാൻ പറഞ്ഞല്ലോ ആകെ 3 കിഴങ്ങേ ഉള്ളൂ. ആ 3 കിഴങ്ങിൽ അത്യാവശ്യം ഞങ്ങൾക്കുള്ള കറികൾ കിട്ടുമല്ലോ. അത്യാവശ്യം നല്ല രീതിയിലുള്ള കറിയുണ്ട്, എന്നിട്ടും കുറച്ചധികം ഉണ്ടായിരുന്നു. അപ്പോൾ അത് കൊല്ലമെന്ന് വിചാരിച്ച് ഞാൻ പിന്നെ അത് പെട്ടെന്ന് കഴുകി അത് കുക്കറിനകത്തേക്ക് തന്നെ ഇട്ട് വേവിച്ചെടുത്തിട്ട് പിന്നീടാണ് ഞാൻ ആദ്യം ഉരുളക്കിഴങ്ങും പച്ചമുളകും കൂടി ഇട്ട് മഞ്ഞൾപ്പൊടി ഉപ്പും ഇട്ട് വേവിച്ചതിന് ശേഷം പിന്നെ പാത്രത്തിലാക്കി ഉള്ളിയെല്ലാം വഴറ്റി, കിഴങ്ങ് കറി എല്ലാവരും അങ്ങനെ ആയിരിക്കും വെക്കുന്നത്, ഞാനങ്ങനെയാണ് വെക്കുന്നത്, എല്ലാവരും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. അപ്പോൾ അങ്ങനെ വെക്കാമെന്ന് വിചാരിച്ച് പെട്ടെന്ന് സമയം ഇപ്പോൾ തന്നെ ഞാൻ ഇന്ന് താമസിച്ചാണ് എണീറ്റത്. ഏകദേശം ഒരു 7:30-8 മണിയോടായി ഞാൻ എണീറ്റ് വന്നപ്പോൾ തന്നെ. പിന്നെ ഇന്നത് ചെയ്ത് നമുക്ക് ഉച്ചയ്ക്കകത്ത് എല്ലാ കാര്യങ്ങളും റെഡിയായാൽ മതിയല്ലോ എന്ന് കരുതി തന്നെ ഞാൻ പതുക്കെ നിന്നതാണ്. അപ്പോൾ ഞാൻ 8-8:30 അന്നേരം പിന്നെ പെട്ടെന്ന് തന്നെ എല്ലാം ആവണമല്ലോ. പിള്ളേരാണെങ്കിൽ ഇന്നിട്ടിട്ടുമില്ല. അപ്പോൾ അവന്മാർ ഇന്നിക്കുന്നതിന് മുമ്പ് കറി ആവാമെങ്കിൽ എൻ്റെ ഉണ്ണിക്കുട്ടൻ ഇളയവൻ ഇന്നീറ്റ് വന്നാൽ ഉടനെ തന്നെ അവന് ആഹാരം വേണം. അവൻ വരുന്നതേ പല്ല് തേച്ചിട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് കറിയും പൂരിയും സെറ്റ് ചെയ്ത് വെച്ചത് കറി ആക്കി വെച്ചിട്ട് പൂരി ഓരോന്നോരോണ്ണം ഉണ്ടാക്കിയാലും ഇടയ്ക്കൂടി ഇന്നീറ്റ് വന്നാൽ ഒരെണ്ണം എടുത്ത് കൊടുക്കാമല്ലോ. അപ്പോൾ അതിനുള്ള തത്രപ്പാടിലാണ് ഞാൻ. അതുകൊണ്ട് കറി അങ്ങ് പെട്ടെന്ന് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കുക്കർ അടച്ച് അടപ്പേ വെച്ചു. അപ്പം ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് ഒരു ചെറിയൊരു ഇതുണ്ട്. ഞാൻ പറയുന്നതിന് മുമ്പ് നിങ്ങളാരെങ്കിലും കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യണേ. ഞാൻ ഇന്ന് ഒരു സംഭവം നടക്കേണ്ടതായിരുന്നു. ഒരു പൊട്ടിത്തെറി നടക്കേണ്ടതായിരുന്നു. പക്ഷേ അത് നടക്കുന്നതിന് മുമ്പ്, അപ്പോൾ അത് ഞാനിപ്പോൾ ഈ പറയുന്നതിന് മുമ്പ് നിങ്ങളാരെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ കട്ടൻ ചായയാണ് കുടിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ തന്നെ കുറേശ്ശെ അങ്ങനെ ഇരുന്ന് കുടി അങ്ങനൊന്നും ഞാൻ ചെയ്യത്തില്ല. രാവിലെ ഇല്ല വൈകിട്ടും ഇരുന്ന് കുടിക്കുന്ന പരിപാടി ചില സമയത്തെങ്ങാണേ വൈകിട്ട് ഇരുന്ന് കുടിക്കും, അല്ലെങ്കിൽ മൊത്തം ഇങ്ങനെ അവിടെ ഇവിടെയെല്ലാം നിന്ന് കുടിച്ച് തീർക്കും എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ രാവിലത്തെ കട്ടൻ ചായ പരിപാടി കഴിഞ്ഞു. കട്ടൻ ചായ രാവിലെ എണീറ്റുമ്പോൾ എനിക്ക് ഈ ചൂടോടെ കട്ടൻ ചായ കുടിക്കാൻ വയ്യാത്തത് കൊണ്ട് തന്നെ ഞാൻ രാവിലെ ഇട്ട് വെച്ചിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ആറിയിട്ട് ചെറിയ ചൂട് മതി എനിക്ക്. ഒറ്റ വലിയിൽ ആ കട്ടൻ ചായ മൊത്തം ചെല്ലണം. ആ രീതിയിൽ ഞാൻ കട്ടൻ ചായ ചൂടോടെ കുടിക്കാറുള്ളൂ. അപ്പോൾ അങ്ങനെ അതുകൊണ്ട് കുറച്ച് നേരം ഇരുന്നിട്ടാണ് അതുകൊണ്ട് പെട്ടെന്ന് തന്നെ കട്ടൻ ചായ കുടിക്കാൻ പറ്റും. അപ്പോൾ ഉടനെ തന്നെ നമുക്കിനി അടുത്തത് പൂരിയിലേക്ക് കിടക്കാം. പൂരി ഉരുളകളാക്കി വെച്ച് നമുക്ക് പൂരി പരത്തി വെച്ച് കഴിഞ്ഞാൽ ഒരുമിച്ച് പരത്തി വെച്ച് കഴിഞ്ഞാൽ ഒരുമിച്ചങ്ങ് ചുട്ടെടുക്കാം. അല്ലാതെ എനിക്ക് ഓരോന്നോരോന്നായിട്ട് ചുട്ട് എടുക്കുന്നതിനോട് താല്പര്യമില്ല. എനിക്കിങ്ങനെ എല്ലാം പരത്തി വെച്ചിട്ട് ഓരോന്നോരോന്ന് ചുട്ടെന്ന് മിക്കാറും എല്ലാവരും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇവിടെ ശ്രദ്ധിക്കുന്നുണ്ടോ? ശ്രദ്ധിച്ച് നോക്ക്. ആ കുക്കറിനകത്ത് നല്ല രീതിയിൽ വിസിലടിക്കുമ്പോൾ നല്ല രീതിയിൽ പുക വരുന്നുണ്ട്. അപ്പോഴും ഞാനത് ശ്രദ്ധിക്കുന്നില്ല. നല്ല രീതിയിൽ പുക വരുന്നുണ്ടെങ്കിലും ഞാനത് ശ്രദ്ധിക്കുന്നില്ല. സാധാ വിസിലിന് അത്രയും പുക വരത്തില്ലല്ലോ. ഇത് നല്ല രീതിയിൽ പുകയുന്നുണ്ട്.
അപ്പോൾ ഞാൻ ഇത് പരത്തിക്കൊണ്ടിരിക്കുമ്പോഴൊന്നും ഈ ഒരു ശ്രദ്ധയെ വരുന്നില്ല. അപ്പോൾ ഞാൻ ക്യാമറ ഓഫ് ചെയ്തിട്ടാണ് ക്യാമറ ഈ എല്ലാം കൂടി പരത്തുന്ന വീഡിയോ എടുക്കണ്ടല്ലോ, ഒത്തിരി ലോങ് ആയി പോവില്ല എന്ന് വിചാരിച്ച് ഞാൻ ക്യാമറ ഓഫ് ചെയ്തു. പക്ഷേ അതിൻ്റെ വെപ്രാളത്തിന് ഞാൻ അത് വീഡിയോ എടുക്കാനും പറ്റിയില്ല. സംഭവം എന്താണെന്ന് വെച്ചാൽ ഞാൻ മഞ്ഞൾപ്പൊടി, ഉരുളൻകിഴങ്ങും മഞ്ഞൾപ്പൊടി, ഉപ്പും മാത്രം പച്ചമുളകും ചേർത്ത് അടച്ച് കുക്കറങ്ങ് വെച്ചു. അതിനകത്ത് വെള്ളം ഒഴിച്ചില്ല. വെള്ളം ഒഴിക്കാതാണ് ഞാൻ വെച്ചത്. പക്ഷേ അന്നേരം ഒന്നും എനിക്ക് മനസ്സിലായില്ല ഞാൻ വെള്ളം ഒഴിച്ചില്ല എന്നുള്ളത്. ഞാൻ ഭൂരിക്ക് മാവിനെ കുഴച്ചിരുന്ന സമയത്ത് പരത്തിക്കൊണ്ടിരുന്നപ്പോൾ സ്മെല്ലടിച്ചു. എന്തോ അടുക്കി പിടിക്കുന്ന സ്മെല്ലടിച്ചു. അന്നേരം ഞാൻ കുക്കറിനകത്താണെന്നുള്ള കാര്യം ചിന്തിക്കുന്നില്ല. ഞാൻ അപ്പുറത്ത് അടുപ്പിൻ്റെ അവിടെ പോയി നോക്കുന്നു, വല്ലതും അടുപ്പിലിട്ട് കത്തിയതാണോ എന്ന് ഞാൻ നോക്കുന്നുണ്ട്. പക്ഷേ അന്നേരം നോക്കിയപ്പോൾ അതൊന്നും അല്ല. അവിടെ ഒന്നുമില്ല, നമ്മുടെ വിറക് മാത്രമേ ആ അടുപ്പിലുള്ളൂ. അപ്പോൾ ഇപ്പുറത്ത് വന്ന് നോക്കിയപ്പോഴാണ് ഈ പുക പോകുന്ന കാര്യം ഞാൻ ശ്രദ്ധിച്ചത്. കുക്കറിനകത്ത് പുക പോകുന്ന കാര്യം ശ്രദ്ധിച്ചത്. പെട്ടെന്ന് തന്നെ ഗ്യാസ് നിർത്തിയിട്ട് ഞാനത് പൈപ്പ് തുറന്നിട്ടിട്ട് കുക്കർ അതിൻ്റെ അകത്ത് വെച്ചിരുന്ന് പൈപ്പ് തുറന്നിട്ടിരുന്ന് പെട്ടെന്ന് അതിൻ്റെ വിസിൽ കളഞ്ഞ് തുറന്ന് നോക്കിയപ്പോഴാണ് ഞാൻ അറിയുന്നത് അതിൽ വെള്ളം ഒഴിച്ചിട്ടില്ല എന്നുള്ള കാര്യം ഞാൻ അന്നേരമാണ് അറിയുന്നത്. അങ്ങനെ വെള്ളം ഒഴിച്ച് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. ആകെ 3 ഉരുളൻകിഴങ്ങേ ഉള്ളൂ. ഇനി അതിനകത്തൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ പിന്നെ ആ ഉരുളക്കിഴങ്ങ് പെട്ടെന്ന് തന്നെ ഒഴിച്ചങ്ങ് മാറ്റുക. അതിൻ്റെ അടിയിലുള്ളത് ഇളക്കിയെടുക്കണ്ട, കരിഞ്ഞത് ഇളക്കിയെടുക്കണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ ആ ഉരുളക്കിഴങ്ങ് അങ്ങനെ തന്നെ അങ്ങ് ഒഴിക്കുകയാണ്, ഈ കറിക്കകത്ത് ഒഴിക്കുകയാണ് ചെയ്യുന്നത്. ഇനിയിപ്പം അല്ലാതെ മാറ്റാൻ ചെറിയൊരു കരിഞ്ഞ ഒരു സ്മെല്ല് എനിക്ക് കഴിച്ചപ്പോൾ തോന്നിയെങ്കിലും വലിയ പ്രശ്നമൊന്നും ഇല്ലാതെ പോയി. എന്നാൽ ഞാൻ ഒത്തിരി ഞാൻ തൂത്തെടുത്തില്ല. അതുകൊണ്ട് അങ്ങനെ അങ്ങ് പോയി. അതുകൊണ്ട് വലിയൊരു പൊട്ടിത്തെറി രക്ഷപ്പെട്ടു. ഞാനിതെൻ്റെ ഭർത്താവിനോട് പറഞ്ഞിരുന്നെങ്കിൽ എന്നെ ചീത്ത വിളിച്ചേനെ. ഞാനിതിപ്പോൾ പലവട്ടമായി അടുപ്പിൽ ഗ്യാസിൽ ഓരോന്ന് വെച്ചിട്ട് ഞാൻ മറന്നു പോകുന്നത് ഇപ്പോൾ പലവട്ടമായി. അതുകൊണ്ട് ഒന്നും പറ്റത്തില്ല. ഈ ഇടയ്ക്ക് എൻ്റെ ഭർത്താവ് ഇവിടെ ഉള്ളപ്പോൾ എൻ്റെ മോൻ വന്ന് ഗ്യാസ് ഓണാക്കിയിട്ടിരുന്നു. അതും ഞാനിങ്ങനെ അടുക്കളയിൽ ചെന്ന് ചായ ഇടാനായിട്ട് ചെന്നപ്പോൾ സ്മെല്ലടിക്കുന്നത്, അന്ന് ജനലെല്ലാം തുറന്നിട്ടിരുന്നതായതുകൊണ്ട് വലിയ പ്രശ്നമൊന്നും പോയില്ല. അങ്ങനെ നോക്കിയപ്പോൾ എന്തോ ഗ്യാസ് ഓണാക്കിയിട്ടിരിക്കുന്നു. പിന്നെ അത് ഓഫാക്കിയിട്ട് ഞാൻ പിന്നെ ജനൽ തുറന്ന് കിടന്നതായതുകൊണ്ട് വലിയ പ്രശ്നം വന്നില്ല. പിന്നെ കതകെല്ലാം തുറന്നിട്ട്. അപ്പോൾ ഗ്യാസിൻ്റെ പണികൾ ഞങ്ങളിപ്പോൾ കുറച്ച് ദിവസമായി കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് എനിക്ക് പറയാൻ പറ്റത്തില്ല. ഇപ്പോൾ ഈ വീഡിയോയ്ക്കകത്തൂടെ കണ്ടോളും, മനസ്സിലാക്കിക്കോളും, ഇന്ന് ചീത്തവിളി എനിക്ക് കേൾക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് ഞാൻ കിഴങ്ങറിക്കുള്ള സെറ്റപ്പുകൾ ചെയ്യാണ്. കിഴങ്ങറിക്ക് ഇത് ഇത്രയും ചെയ്തു അടച്ചു വെച്ചു. എന്നിട്ട് ഞാൻ എൻ്റെ കുക്കറിനകത്ത് അതൊന്നും ഇളക്കിയിട്ട് പോലുമില്ല, അതേപോലെ തന്നെ വെച്ചേക്കാം. അപ്പോൾ അങ്ങനെ ഓരോ ഭൂരികളായിട്ട് ഈ കിഴങ്ങറി ആവുന്നതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഭൂരിയും ആയി കിട്ടുമല്ലോ. അതുകൊണ്ട് ഓരോന്നായിട്ട് ഭൂരികളെല്ലാം സെറ്റ് ചെയ്ത് എടുത്തുകൊണ്ട് വരികയാണ്. ഭൂരി എന്ന് പറയുന്ന സാധനം ഇവിടെ ഭയങ്കരമായിട്ട് ചിലവാകും. ഇവിടെ ഭൂരി എത്ര ഉണ്ടാക്കിയാലും അധികം ഇരിക്കില്ല. അഥവാ 2-3 ഇരുന്നാലും അത് വൈകിട്ട് അവന്മാരുടെ അടുത്ത് കഴിക്കും. അവന്മാർ വേറെ ആർക്കും കൊടുക്കത്തില്ല അത്. അപ്പോൾ അതുകൊണ്ട് ഭൂരിക്കൊക്കെ ഭയങ്കര ഡിമാൻഡ് ആയതുകൊണ്ട് തന്നെ തോനെയും ഭൂരി ഉണ്ടാക്കേണ്ട അവസ്ഥ ആയതുകൊണ്ട് ഞാൻ വല്ലപ്പോഴുമൊക്കെ ഞാൻ ഭൂരി ഉണ്ടാക്കാറുണ്ട്. എപ്പോഴും ഭൂരിയൊന്നും ഉണ്ടാക്കാറില്ല. അപ്പം അങ്ങനെ ഓരോരോ ഭൂരികളായിട്ട് ഇങ്ങനെ ഉണ്ടാക്കി എടുക്കുകയാണ്. ഇതിൻ്റെ ഇടയിൽ ഞാൻ പിള്ളേരെ ചെന്ന് വിളിച്ചു. 2-3 വട്ടം വന്ന് വിളിച്ചെനിക്ക് അവന്മാരാരും എണ്ണീക്കുന്നില്ല. ഇന്നീരടാ ഇവിടെ നമ്മാർ എണ്ണീക്കുന്നേ ഇല്ല. ഇപ്പം തന്നെ സമയം എനിക്ക് തോന്നുന്നു ഒരു 9 അതിനകത്തായി കാണും. 9-നും 9:30-ക്കും അകത്തായി. എൻ്റെ കുക്കറിനകത്തുനിന്ന് ഞാൻ ഇളക്കാതെ വരെ ഞാനതങ്ങ് ഒഴിക്കുകയാണ്. അല്ലാതെ അതിനടിയിൽ നിന്ന് ഇളക്കാൻ ഞാൻ പോയില്ല. അപ്പം പിന്നെ അത് അടപ്പയിലോട്ട് വെച്ചതിന് ശേഷം ഞാൻ പിന്നെ വന്ന് അവന്മാരെ വിളിക്കാനായിട്ട് വന്നനൊക്കെ അവന്മാർ ഒരു പൊടി രീതിയിൽ ഉന്നയിക്കുന്നില്ല. ഇളയവൻ ഉണ്ണിക്കുട്ടൻ ഒന്ന് എണ്ണീറ്റായിരുന്നു. പക്ഷേ പിന്നെ അവൻ പോയി കിടന്നുറങ്ങി. അപ്പോൾ അവന്മാരെ കഴിക്കാൻ വിളിച്ചതാണ്. ഞാൻ വിളിച്ചിട്ട് അവന്മാർ എണ്ണീക്കുന്നില്ല. എന്നാൽ പിന്നെ ഞാൻ വിചാരിച്ചു ഉച്ചക്കത്തേക്കുള്ള പരിപാടികൾ നടത്താമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ സമയത്താണ്, ഈ മീൻ വറുക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന സമയത്താണ് ഞാൻ എന്നാൽ പൊതിച്ചോറ് സെറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. ആകെ ഇന്നലെ കിട്ടിയ CD കാരലിൻ്റെ 2 എണ്ണം ഇരിപ്പുണ്ടായിരുന്നു. 2 സൈസ് മീനും അല്ലാതെ ചെറിയൊരു കഷ്ണം ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ എന്നാൽ പിന്നെ അതങ്ങ് വറുത്ത് പൊതിച്ചോറിനകത്ത് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. എന്നാൽ പിന്നെ അങ്ങനെ ഇരിക്കട്ടെ എന്ന് വെച്ചാൽ അപ്പോഴത്തേക്കും മൂത്തവൻ എണ്ണീറ്റ് വന്ന്, ഇളയവൻ എണ്ണീറ്റിട്ടില്ല, മൂത്തവൻ എണ്ണീറ്റ് വന്നു. അവന് ഞാനും കൂടി ഒരുമിച്ചിരുന്ന് ഭൂരി കഴിച്ചു. എന്നിട്ട് പിന്നെ തിരിച്ച് വന്ന് ഞാൻ ആ മീൻ വറുക്കാനായിട്ട് ഇരുന്നു. മീൻ വറുത്ത് അത് 3 എണ്ണമല്ലേ ഉള്ളൂ. അത് ഓരോന്നായിട്ട്, ഇത് ചെറിയ ചട്ടി ആയതുകൊണ്ട് ഓരോന്നായിട്ട് വറുത്തെടുക്കണമായിരുന്നു. അപ്പോൾ പിന്നെ ഓരോന്നായിട്ട് ഇച്ചിരി കറിവേപ്പിലയൊക്കെ ഇട്ട് വറുക്കാൻ തോന്നിയ സാധനങ്ങളൊന്നും ഇട്ടിട്ടില്ല. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, ഒരിച്ചിരി
മസാലപ്പൊടി ഇട്ടിട്ടുണ്ട്, നമ്മുടെ ചിക്കൻ മസാല ഒരു ഇച്ചിരി ഇട്ടിട്ടുണ്ട്, അതും ഇട്ട് വറുത്തെടുത്തു. പിന്നെ എന്തെങ്കിലും ഒരു തോരനോ വിഴുക്കുവരട്ടി എന്തെങ്കിലുമൊക്കെ വേണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ നോക്കിയപ്പോൾ കുറച്ച് വെണ്ടയ്ക്ക ഇരിപ്പുണ്ടായിരുന്നു. അത് ഈ വെണ്ടയ്ക്ക ഒത്തോണമൊന്നും ആർക്കും പിടിക്കത്തില്ല, അതിനകത്തൊരു കൊഴുപ്പ് പോലില്ലേ, അതുകൊണ്ട് ആരും ഒത്തോണം തിന്നത്തില്ല. എങ്കിലും ഞാനുള്ളതെടുത്ത് വിഴുക്ക് വരട്ടി വെക്കാമെന്ന് വിചാരിച്ച്. ഇത് കൊഴുപ്പ് പോലെ ഇരിക്കത്തില്ല. നേരത്തെ കഴുകി ആ വെള്ളം തോന്നിട്ട് അരിയുകയാണെങ്കിൽ ഇത് കൊഴുപ്പ് പോലെ ഇരിക്കത്തില്ല, നല്ല ഡ്രൈ ആയിട്ടിരിക്കും. ഞാൻ അന്നേരമാണ് എടുത്തത് കഴുകുന്നത്, അതുകൊണ്ടാണ് അങ്ങനെ കൊഴുപ്പ് പോലെ വന്നുപോയി. അതുകൊണ്ട് അത് ഒത്തോണം ആരും തിന്നില്ല. ആ പൊതിച്ചോറിനകത്ത് നിന്ന് ആ വിഴുക്കുവരട്ടി എടുത്ത് കളഞ്ഞു ചെയ്തു എല്ലാവരും. ഞാൻ കഴിച്ചു, ബാക്കിയുള്ളവരെല്ലാം എടുത്ത് കളഞ്ഞു ചെയ്തു. അങ്ങനെ പിന്നെ കുറച്ച് തേങ്ങയും കൂടി തിരുമ്മി ഇച്ചിരി ചമ്മന്തിയും കൂടി സെറ്റ്. നമ്മുടെ പൊതിച്ചോറിനകത്ത് ചമ്മന്തി ഇല്ലാതെ എന്ത് പൊതിച്ചോറ്. അങ്ങനെ പിന്നെ പൊതിച്ചോറിനകത്ത് വെക്കാനായിട്ടുള്ള ചമ്മന്തി, സ്പെഷ്യൽ ചമ്മന്തിയും കൂടി ഞാനൊന്ന് ശരിയാക്കിയെടുത്തു. ആക്കിയെടുത്തതിന് ശേഷം പിന്നെ വന്ന് 3 മുട്ട എടുത്തു. 4 മുട്ടയും കണ്ടുണ്ടായിരുന്നു. അതെടുത്ത് ഒരു മുട്ട പൊരിച്ചതും കൂടി ആക്കാമെന്ന് വിചാരിച്ചു. എന്തായാലും ഇതൊക്കെ പൊതിച്ചോറിനകത്ത് ഉൾപ്പെട്ടതല്ലേ, ഇത് മാറ്റി വെക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇതുണ്ടെങ്കിലല്ലേ ഒരു പൊതിച്ചോറ് എന്നുള്ളൊരു പേര് കിട്ടും. അപ്പോൾ അതുകൊണ്ട് പിന്നെ 2 മുട്ട ഇരുന്നതും കൂടി എടുത്ത് 2 മുട്ട എടുത്ത് പൊരിച്ച് അതിനിടയിൽ കൂടെ നമ്മുടെ വിഴുക്കുവരട്ടിയും കൂടി ശരിയാക്കുന്നുണ്ട്. ഈ മുട്ട പൊരിച്ചത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ മുട്ട പൊരിച്ചത് മാത്രമേ തിന്നത്തുള്ളൂ, അല്ലാതെ ചോറും ഒന്നും കഴിയത്തില്ല. എൻ്റെ ഇളയ മോൻ പൊതിച്ചോറ് കൊടുത്തതിനൊക്കെ അതിൽ മീനും മുട്ടയും മാത്രമാണ് തിന്നത്, വേറെ ഒന്നും അതിനകത്ത് തിന്നില്ല. ആ കുറച്ച് ചോറ് തിന്ന് ബാക്കി കൊണ്ടുവന്ന് കളഞ്ഞു ചെയ്ത്. ആ മീനും മുട്ടയും മാത്രമാണ് അവൻ പൊതിച്ചോറിനകത്തുനിന്ന് എടുത്തത്. അങ്ങനെ ഏറ്റവും ലാസ്റ്റിലത്തെ മുട്ടയും കൂടി ഞാൻ പാത്രത്തിലേക്ക് ഒഴിച്ച് അതും കൂടി ഒന്ന് പൊരിച്ചെടുക്കാം. അങ്ങനെ പിന്നെ വിഴുക്കുവരട്ടി റെഡിയായി കഴിഞ്ഞിട്ട് ആ അടുപ്പിൽ തന്നെ ഞാൻ വിചാരിച്ചു എന്നാൽ ഇല വാട്ടി എടുക്കാമെന്ന് വിചാരിച്ച് ഇല വാട്ടി. ഈ സമയത്തൊന്നും അരി വെന്തിട്ടില്ല കേട്ടോ. ഈ സമയത്ത് അരി അടപ്പേ കിടക്കുക, അരി വെന്തിട്ടില്ല. അപ്പോൾ ഞാൻ പിന്നെ വന്നാണ് ഞാൻ പൊതിച്ചോറ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം ചെയ്ത് വെച്ചിട്ട് തന്നെ നമുക്ക് അരി വേവുന്ന സമയത്ത് ചോറ് മാറ്റാമല്ലോ, ചോറ് അതിനകത്തൊക്കെ ആക്കാമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇല എടുത്ത് വാട്ടി വെച്ചിട്ട് പോകാം എന്ന് കരുതി. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ വന്നിട്ടാണ് അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ചോറ് വെന്തതിന് ശേഷം അത് കഴിഞ്ഞ് ഞങ്ങൾ പോയി. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് കഴിഞ്ഞ് വന്നാണ് ഞാൻ ഇലയിൽ ചോറാക്കുന്നത്. ചോറ് വെന്ത് മാറ്റിയതിന് ശേഷമാണ്. അപ്പോൾ അങ്ങനെ ചോറ് അതിനകത്തേക്കിട്ട് എല്ലാം 3 ഇലകളും ഒരേപോലെ തന്നെ നിരത്തി വെച്ചിട്ട് അതിനകത്ത് ഒരേപോലെ തന്നെ നമുക്ക് സെറ്റ് ചെയ്യാമെന്ന് കരുതി. അപ്പോൾ ഇല ആദ്യം ചൂട് ചോറ് കൊണ്ടുവന്ന് വെച്ചു. അത് കഴിഞ്ഞിട്ട് ഓരോരോ ഐറ്റംസ്, തോനെയൊന്നും ഇല്ലെങ്കിലും ചെറിയ രീതിയിൽ ഓരോരോ ഐറ്റംസ് കൊണ്ടുവന്ന് വെച്ചു. ആദ്യം നമ്മുടെ വിഴുക്കുവരട്ടിയാണ് വെച്ചത്. അങ്ങനെ 3 ഒരുമിച്ച് സെറ്റ് ചെയ്യാമെങ്കിൽ എളുപ്പമല്ലേ, അതുകൊണ്ട് ഒരുമിച്ച് തന്നെ ആക്കി. അതിനുശേഷം നമ്മുടെ ചമ്മന്തി, പൊതിച്ചോറിലെ സ്പെഷ്യൽ ചമ്മന്തി ഒരു പാത്രത്തിൽ ഇതിനകത്ത് ഞാൻ ഇച്ചിരി വെച്ചോളൂ. ഇളയവന് ചമ്മന്തി അത്ര വേണ്ട, അവന് എരി അത്ര ഇതില്ല, അതുകൊണ്ട് ഞാൻ ഒരു ഇച്ചിരിയേ വെച്ചോളൂ. പിന്നെ കൊണ്ടുവന്ന് നമ്മുടെ മീൻ വറുത്തത്, വലിയ കഷ്ണം മീൻ ആയിരുന്നു, ആ മീൻ കൊണ്ടുവന്ന് വറുത്തത് വെച്ച്. അതിന് ശേഷം പിന്നെ മുട്ട, ഈ മുട്ടയും കൂടി വെച്ച് കഴിഞ്ഞ് നമ്മുടെ പൊതിച്ചോറിൻ്റെ ക്ലൈമാക്സിലേക്ക് എത്തി. അപ്പോൾ ഇത്രയും വളരെ. പിന്നെ അച്ചാറുണ്ടായിരുന്നു, അച്ചാറും മീൻ കൂട്ടാനും മീൻ കറി ഇച്ചിരി ഇരിപ്പുണ്ടായിരുന്നു. മീൻ കറി തലേന്നത്തെ മീൻ കറിയാണ്, അതും ഇരിപ്പുണ്ടായിരുന്നു. അത് വെച്ചില്ല, അച്ചാറും വെച്ചില്ല. അച്ചാറും ആർക്കും അങ്ങനെ വേണ്ട, അതുകൊണ്ട് അത് രണ്ടും വെച്ചില്ല. പിന്നെ അതുകൊണ്ട് ഇത്രയും ഐറ്റംസ് ഞാൻ പൊതിച്ചോറിനകത്ത് വെച്ചോളൂ. എന്നിട്ട് നല്ല അമുക്കി വെച്ച് ടൈറ്റായിട്ട് ഇത് പൊതിയണം, എന്നാലേ അതിൻ്റെ ആ ഒരു ഇലയുടെ ആ ഒരു മണം, ഇപ്പം തന്നെ എനിക്ക് മണം വരുന്നുണ്ട് ഇതിൻ്റെ. അപ്പോൾ അങ്ങനെ പൊതിച്ചോറ് സെറ്റാക്കി
ഈ സമയത്ത് എൻ്റെ മൂത്തവൻ അന്നേരമാണ് അറിയുന്നത് ഞാൻ ഇന്ന് പൊതിച്ചോറ് സെറ്റ് ചെയ്യുന്നുണ്ടെന്ന കാര്യം. അവൻ എന്നോട് 2 ദിവസം മുമ്പേ പറഞ്ഞ കാര്യമായിരുന്നു, ഇച്ചിരി പൊതിച്ചോറ് ചെയ്തു അമ്മയെന്ന് പറഞ്ഞിരുന്നെങ്കിലും ഞാൻ ചെയ്തില്ലായിരുന്നു. അപ്പോൾ ഈ സമയത്താണ് അവൻ അറിയുന്നത് ഇന്ന് പൊതിച്ചോറാണ്. അതുകൊണ്ട് ഇന്ന് നേരത്തെ വിശന്നു, 2 പേർക്കും ഇന്ന് നേരത്തെ വിശപ്പായിരുന്നു. അപ്പോൾ ഇതിനെ പൊതിച്ചോറ് സെറ്റ് ചെയ്തിട്ട് ഞാൻ പിന്നെ നേരെ പോയി കുളിക്കുകയാണ് ചെയ്തത്. നമ്മുടെ രാവിലത്തെ ജോലികളെല്ലാം കഴിഞ്ഞ മിക്കവാറും എല്ലാം ഞാൻ കുളി നടത്തുന്നത്. അപ്പോൾ രാവിലെ പൊതിച്ചോറ് സെറ്റ് ചെയ്ത് അവിടെ വെച്ചിട്ട് ഞാൻ പിന്നെ പോയി കുളി നടത്തിയിട്ട് തിരിച്ചു വന്നപ്പോൾ എൻ്റെ ഇളയവൻ ഇടയിൽ കൂടി ഇന്നീറ്റ് പൂരിയൊക്കെ കഴിക്കേണ്ടതൊക്കെ കഴിച്ചു. ഞാനതൊന്നും വീഡിയോ എടുത്തില്ല. പിന്നെ അവന് കുറച്ച് സ്കൂളിലേക്കുള്ള നോട്ട്സ് എഴുതാനുണ്ടായിരുന്നു, കുറച്ച് തറ പറ പന അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എഴുതാനുണ്ടായിരുന്നു. അപ്പോൾ അത് എഴുതിപ്പിക്കാനായിട്ടിരുന്നു. അതിന് ശേഷം എനിക്കൊരു കൊറിയർ വന്നു, ഒരു ചെറിയൊരു കുർത്തിയുടെ നമ്മുടെ ടോപ്പ്, അങ്ങനെ ഒരു കൊറിയർ വന്നു. അതും വാങ്ങിച്ച് വെച്ചതിന് ശേഷം അപ്പോഴത്തേനും അവന്മാർക്ക് വിശക്കുന്നു എന്നും പറഞ്ഞ് അങ്ങ് ബഹളമായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ പൊതിച്ചോറിലേക്ക് കടന്നു. ചോറ് എടുത്ത് ഉച്ചയ്ക്ക് ഞങ്ങൾ 3 പേരും കൂടി ഒരുമിച്ചിരുന്ന് കഴിച്ചു. അവൻ ഈ ഇളയവന് കണ്ടോ, മുട്ടയും മീൻ വറുത്തത് മാത്രമാണ് അവൻ എടുക്കാൻ പോകുന്നത്. അത് ഈ കൂടുതലൊന്നും എടുക്കത്തില്ല. വേറെ ഈ ചമ്മന്തിയും മെഴുക്കുവരട്ടിയൊക്കെ വേറെ ഇരുന്നത്, അത് തൊട്ടതേ ഇല്ല 2 പേരും. ചമ്മന്തി മൂത്തവൻ ചമ്മന്തി കഴിച്ചോളും, ഇളയവൻ ചമ്മന്തി അവനും വേണ്ട. അപ്പോൾ അത് ഇത്രയും കഴിച്ച്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. പൊതിച്ചോറിലൂടെ ഞാൻ നിർത്തുകയാണ്. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ എൻ്റെ വീഡിയോസ് എല്ലാം ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ എല്ലാ വീഡിയോസും ഫുള്ള് ഒന്ന് കണ്ട് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ, ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും നെഗറ്റീവായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും എൻ്റെ പോരായ്മ വല്ലതും പറയാനുണ്ടെങ്കിൽ അത് കമൻറ്റിലൂടെ എന്നെ അറിയിക്കാം. ഞാൻ അത് മാറ്റി പറയാം. പിന്നെ എനിക്ക് പോരായ്മയായിട്ട് എനിക്ക് തോന്നിയൊരു കാര്യം എൻ്റെ സംഭാഷണമാണ്, എൻ്റെ സംസാരം എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് പിടിച്ചിട്ടില്ല. എനിക്കത് കേൾക്കുമ്പോൾ എനിക്കെന്തോ ഇതുപോലെ തോന്നുന്നുണ്ട്. എനിക്കത് എന്താണെന്നറിയില്ല, എൻ്റെ വോയിസിൻ്റെ കുഴപ്പമായിരിക്കാം. അത് കുറേശ്ശെ ചെയ്തു വരുമ്പോൾ റെഡിയാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. റെഡിയാക്കാം. അപ്പോൾ എൻ്റെ ഇന്നത്തെ വ്ളോഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ എന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടിരിക്കുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. അതേപോലെ ഇനി ഇപ്പോൾ വീഡിയോസ് പകുതി മുക്കാലും ആൾക്കാരും സബ്സ്ക്രൈബ് കഴിയാതെ കാണുന്ന എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ബായ്.